അഡ്വക്കേറ്റ് അനിൽ ബോസ്, തുടക്കത്തിൽ എനിക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാനുള്ളത് സമസ്തയുടെ സുപ്രഭാതം പത്രത്തിലെ മുഖപ്രസംഗത്തിലെ അതേ വാചകമാണ്. പള്ളി പൊളിച്ചെടുത്ത് കാല് വെക്കുമോ കോൺഗ്രസ്? ഗോപികൃഷ്ണൻ, നമ്മുടെ രാജ്യത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, നീതിന്യായ സംവിധാനമുണ്ട്. 528-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു തർക്കം. ആ തർക്കം എത്രയോ കാലത്തെ താമസത്തിന് ശേഷമാണ് സുപ്രീം കോടതി തീർപ്പാക്കിയത്. സുപ്രീം കോടതി തീർപ്പാക്കിയ ഒരു കാര്യം രാജ്യത്ത് നിയമമായി, ആ നിയമത്തിന്റെ വിധേയമായി നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം. ആ ക്ഷേത്രം വിശ്വാസ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലേക്ക് ഒരുപാട് ആളുകളെ അതിന്റെ ഭരണാധികാരി സമിതിയിലുള്ള ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കും ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആ ക്ഷണത്തെ സ്വാഗതം ചെയ്തവരാണ്. അതിൻ്റെ അകത്ത് നമ്മൾ മറ്റൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല. പിന്നെ പോകുന്നതും പോകാത്തതും ഓരോ സന്ദർഭത്തിലാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമെടുക്കാൻ സമയമാകട്ടെ, അതിന് ഉചിതമായ തീരുമാനം അപ്പോൾ എടുക്കും. ഇവിടെ ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി ഗോപികൃഷ്ണനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നയാളാണ്. എനിക്ക് അവസരം കിട്ടിയാൽ അയോധ്യയിൽ പോകും, അവിടെ ആ ക്ഷേത്രത്തിൽ തൊഴും. കാരണം ഞാനൊരു രാമഭക്തനാണ്. ഈ ക്ഷേത്രം സംബന്ധിച്ച തർക്കങ്ങൾ എന്നത് തിരിച്ചറിയും മുമ്പ് എൻ്റെ ഭവനത്തിൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കൾ പറഞ്ഞ പ്രകാരം, പറഞ്ഞു തന്ന അറിവ് പ്രകാരം സന്ധ്യാദീപം തെളിച്ച് രാമനാമ ജപം നടത്തി വന്ന ഒരാളാണ് ഞാൻ. അതുപോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട്. രാമൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ അളിയനോ അനന്തരവനോ അമ്മാവനോ ഒന്നുമല്ല, RSSന്റെ സ്വകാര്യ സ്വത്തുമല്ല, സംഘപരിവാർ ശക്തിയുടെ ഏതെങ്കിലും തറവാട്ടിൽ നിന്ന് വന്ന മഹിമയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയതുമല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് നിങ്ങളുടെ തെറ്റ്. ആ കണ്ണിലൂടെ നോക്കുന്നതാണ് മറ്റു പലരുടെയും തെറ്റ്. കുറി തൊടുന്നതോ ചരട് കെട്ടുന്നതോ RSSകാരന്റെ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്ന വ്യാഖ്യാനമാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണം. ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിലും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിലുമുള്ള ലക്ഷോപലക്ഷം ആളുകൾ ഈശ്വര വിശ്വാസികളാണ്. ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട ആളുകൾ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളെയും പൂജിക്കുന്നവരാണ്. മറ്റ് ഹിന്ദു ദൈവങ്ങളുമുണ്ട്, അത് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾ, അതെല്ലാം സന്ദർശിക്കുന്ന ആളുകളുണ്ട്, സന്ദർശിക്കാത്തവരുണ്ട്. ടൂറിസം എന്നുള്ള നിലയിൽ സന്ദർശിക്കുന്നവരുണ്ട്, വിശ്വാസമില്ലാതെ കാണാൻ പോകുന്നവരുണ്ട്, അവിശ്വാസികളുണ്ട്. അതാണ് നമ്മുടെ രാജ്യം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്കുള്ള ചോദ്യം ഞാൻ ചോദിക്കാം. അല്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ താങ്കൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ ചോദിക്കാം. അതായത് താങ്കൾ പറയുന്നത് ശ്രീരാമൻ എന്നത് ഹൈന്ദവ വിശ്വാസികൾ അല്ലെങ്കിൽ രാമനെ അംഗീകരിക്കുന്നവർ, ആരാധിക്കുന്നവർ എല്ലാവരും തന്നെ പ്രാർത്ഥനയോടുകൂടി കാണുന്ന വിശുദ്ധ രൂപമാണ്. അപ്പോൾ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു പാർട്ടി എന്ന നിലയിൽ, അതിൻ്റെ നയം എന്ന നിലയിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതില്ല എന്നാണോ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതായത് പ്രാർത്ഥനയിൽ താല്പര്യമുള്ളവർ, ശ്രീരാമനെ ഭജിക്കുന്നവർ, ആരാധിക്കുന്നവർക്ക് ആ ക്ഷേത്രത്തിൽ പോകാം. ഇതാണോ കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാട്? അത് വ്യക്തിഗതമായ ആളുകൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും അധിർ രഞ്ജൻ ചൗധരിക്കും ഒക്കെയുള്ള ഈ BJPയുടെ നിങ്ങൾ പറയുന്ന, അതായത് ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നു, നിരന്തരം രാമനെ ഒരു രാഷ്ട്രീയ ബിംബമായി ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ആരോപിച്ചിട്ടുള്ള അതേ രാമക്ഷേത്രത്തിൽ, അതായത് പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിത് അതേ ക്ഷേത്രത്തിൽ പോകണമോ വേണ്ടയോ എന്ന് അവർ വ്യക്തിപരമായി തീരുമാനിക്കട്ടെ. ഇതാണോ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ നിലപാട്? അതാണ് എനിക്ക് അറിയേണ്ടത്. വ്യക്തമായ ഒരു ഉത്തരം ഉണ്ടോ? വളരെ കൃത്യമായിട്ടാണല്ലോ ഉത്തരം. രാമൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വകാര്യ സ്വത്തല്ല. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അതിനെ ഞങ്ങൾ നഖശികാന്തം എതിർക്കും. ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ രാമഭക്തന്മാരെ, രാമനെ ആദരിക്കുന്നവരെ, പൂജിക്കുന്നവരെ വിലക്കേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടിക്കില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടെന്താ? എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഞങ്ങളുടെ നിലപാട്. ശബരിമല വിഷയം വന്നല്ലോ, ആ ശബരിമല വിഷയത്തിൽ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമായിരുന്നില്ലേ? അല്ലേ? അതല്ലേ നമ്മൾ എടുത്തിട്ടുള്ള സമീപനം. അഡ്വക്കേറ്റ് അനിൽ ബോസ്, എല്ലാ വിശ്വാസങ്ങളെയും കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ മാത്രമാണോ നിങ്ങൾ അംഗീകരിക്കുന്നത് എന്നൊന്നുള്ള ചോദ്യമല്ല. ബാബറി മസ്ജിദ്, രാമജന്മഭൂമി തർക്കം, അതിന്റെ ചരിത്ര പശ്ചാത്തലം, അത് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന വൈകാരികമായ പ്രതിസന്ധി, ഈ കാര്യങ്ങളൊക്കെ അതിന്റെ രാഷ്ട്രീയ
മൂല്യം ഇതൊന്നും അറിയാത്തതല്ലല്ലോ കോൺഗ്രസ് പാർട്ടിക്കും അതിൽ പ്രവർത്തിക്കുന്ന താങ്കളടക്കമുള്ള നേതാക്കൾക്കും. അപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ച ആ ഇടത്തൊരു രാമക്ഷേത്രം പണിത് വരുമ്പോൾ അത് BJP രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുകയും, എന്നാൽ അവിടെയുള്ളത് ശ്രീരാമ ബിംബമാണ്, അതുകൊണ്ട് ശ്രീരാമനെ ഭജിക്കണമെന്ന താല്പര്യമുള്ളവർക്ക് പോകാം ക്ഷണം സ്വീകരിച്ചെന്ന് പറയുകയും ചെയ്യുന്നിടത്ത് വ്യക്തതയല്ല, അവ്യക്തതയാണുള്ളത്. അങ്ങനെയല്ല, ഗോപികൃഷ്ണന്റെ വിലയിരുത്തലിന്റെ പ്രശ്നമാണത്. ഗോപികൃഷ്ണൻ വളരെ കൃത്യമായി മനസ്സിലാക്കൂ, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അതിൻ്റെ അകത്ത് ഏതെങ്കിലും വ്യക്തിക്കോ ഏതെങ്കിലും സമുദായങ്ങൾക്കോ മതവിഭാഗങ്ങൾക്കോ ഏതെങ്കിലും ആളുകൾക്ക് നിയമപരമായി തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. രാജ്യത്ത് നിയമമായി കഴിഞ്ഞു, എല്ലാവരും അത് അംഗീകരിച്ചേ പറ്റൂ, അതെല്ലാവരും അംഗീകരിച്ചു. ഇവിടെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ മുസ്ലിം സാമാന്യ സമൂഹത്തെയാണ്. ഈ വിധി വിശ്വാസികളായ ബാബറി മസ്ജിദ് താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞതിലെ കുഴപ്പമാണെന്ന് പറഞ്ഞു. താങ്കൾ മുസ്ലിം ലീഗ് നേതാക്കളോട് കൂടി അത് പറയണം. BJPയുടെ അജണ്ടയിൽ വീഴരുതെന്ന് ഇന്നും PMA സലാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. BJPയുടെ അജണ്ടയിൽ വീണു പോകരുത് എന്ന് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ സമസ്തയെ പ്രതിനിധീകരിച്ച് ശ്രീ സാദിഖ് ഫൈസി താനൂരുണ്ട്. അദ്ദേഹം പറയും ഇനി സമസ്തയുടെ നിലപാട്. വായിച്ചു കാണുമല്ലോ സുപ്രഭാതത്തിൽ അവരുടെ മുഖപ്രസംഗം. അല്ല, അത് അദ്ദേഹത്തിന്റെ ലീഗിന്റെ നിലപാടും സമസ്തയുടെ നിലപാടും പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരത് പറഞ്ഞോട്ടെ. അവരുമായിട്ട് തർക്കത്തിന്റെ ഭാഗം വന്നാൽ അവിടെ ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ആ ഡിബേറ്റിൽ യുക്തമായ തീരുമാനം ഉരുത്തിരിയും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള നിയമം, ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന് വിധേയമായി ഒരു ക്ഷേത്രം പൂർത്തിയാകുമ്പോൾ ആ ക്ഷേത്രത്തിൽ പോകരുത് എന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഭരണഘടനയ്ക്ക് വിധേയമായി നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാൻ കഴിയുക? ഇവിടെ ഞാൻ സല്യൂട്ട് ചെയ്യുന്ന മുസ്ലിം സാമാന്യ സമൂഹത്തെയാണ്. താങ്കളത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ താങ്കൾ ഇടപെട്ടത് കൊണ്ട് അതെനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലക്ഷോപലക്ഷം ആളുകളാണ് ഹിന്ദുമത വിശ്വാസികൾ രാമനെ പൂജിക്കുന്നുവെങ്കിൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാർ വളരെയേറെ ഉള്ള രാജ്യമാണ് നമ്മുടേത്. പക്ഷെ അവർ വേദനയോടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ആ വിധിയെ അംഗീകരിച്ചു. അതവർക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ, അവർക്കുണ്ടാക്കിയ മുറിവെത്ര, അതിന്റെ വ്യാപ്തി എത്ര, അത് എത്രയായാലും ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പോറലേൽക്കാതിരിക്കാൻ ഈ രാജ്യത്തിന്റെ ദേശീയ ബോധത്തോടൊപ്പം ചേർന്ന് നിന്നവരാണ് മുസ്ലിം സഹോദരന്മാർ. മറന്നുപോകരുത്. ഞാൻ ഇതിന്റെ അകത്തെ ഒരു ഹിന്ദുവിനുമല്ല അഭിമാനം കാണുന്നത്. ഈ കോടതി വിധിയും അതിനുശേഷമുള്ള തുടർ നടപടിക്രമങ്ങളും ഇപ്പോൾ BJP അവർ രാഷ്ട്രീയവൽക്കരിച്ചത് ഞങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഞാൻ അതിനൊന്നുമല്ല പ്രാമുഖ്യം കൊടുക്കുന്നത്. ഈ രാജ്യത്തൊരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിധി വന്നിട്ട് പോലും ആ വിധിയെ അംഗീകരിച്ചുകൊണ്ട് രാജ്യത്ത് കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിച്ച മുസ്ലിം സാമാന്യ സഹോദരന്മാരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔന്നത്യത്തെക്കാൾ, ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയക്കാരന്റെ ഔന്നത്യത്തെക്കാൾ 10,000 ഇരട്ടി ഔന്നത്യമുള്ളവർ മുസ്ലിം സഹോദരന്മാരാണ്. അവരുടെ വിവേകമാണ്, അവരുടെ പക്വതയാണ്. കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയെ കുറിച്ച് നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ഇന്ന് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം അവരുടെ മുഖപ്രസംഗത്തിൽ. മാത്രമല്ല മുസ്ലിം ലീഗും അവരുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. അത് താങ്കൾക്ക് കാണാതെ പോകാൻ കഴിയില്ലല്ലോ. ശ്രീ സാദിഖ് ഫൈസി താനൂർ.